ഇലക്ട്രിക് ഈൽ. പേര് ഈലെന്നാണെങ്കിലും ഇത് റിയൽ ഈലല്ല. ഇലക്ട്രിക് നൈൽ ഫിഷിന്റെ കുടുംബത്തിൽപ്പെട്ടതാ. പാമ്പിനെ പോലെ നീണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവയെ ഈൽ എന്ന് വിളിക്കുന്നത്. സൗത്ത് അമേരിക്കയിലെ ആമസോൺ, ഒർനാഗോ നദികളിൽ വെള്ളം കലങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. ഇവരുടെ ശരീരത്തിൽ 80% ഇലക്ട്രോസൈറ്റ്സ് എന്ന സെല്ലുകളാണ്. ഇതൊരു നീണ്ട ബാറ്ററി പോലെയാ. തല പോസിറ്റീവ്, വാൽ നെഗറ്റീവാണ്. ഷോക്ക് അടിക്കുമ്പോൾ ഒരു സർക്യൂട്ട് തന്നെ കംപ്ലീറ്റ് ആവും. ഇവ പ്രധാനമായും മത്സ്യത്തെയാണ് ഭക്ഷിക്കുന്നത്. ഇലക്ട്രിക് ഈലുകളുടെ ഹൃദയം, ആമാശയം തുടങ്ങിയ പ്രധാന ശരീരഭാഗങ്ങളെല്ലാം തലയുടെ തൊട്ടു താഴെയായി മുന്നിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി വലിയ ഉടൽ ഭാഗം മുഴുവൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മാത്രമുള്ളതാണ്. ഇത്രയും ശക്തമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെങ്കിലും സ്വന്തം ഷോക്ക് കൊണ്ട് ഇവയ്ക്ക് പരിക്കേൽക്കാറില്ല. കാരണം ഇവയുടെ പ്രധാന അവയവങ്ങളെല്ലാം കട്ടിയുള്ള കൊഴുപ്പും പ്രത്യേകതരം ടിഷ്യൂകളും കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവയുടെ വലിപ്പവും ശരീരഘടനയും ഷോക്കിനെ പ്രതിരോധിക്കാൻ പാകത്തിലുള്ളതാണ്. എന്നാൽ വെള്ളത്തിന് പുറത്തു വെച്ച് മുറിവുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ തോതിലുള്ള ഷോക്കുകൾ ഇവയെ ഏൽക്കാം. പണ്ട് ഈലുകൾ ഒറ്റയ്ക്ക് വേട്ടയാടുന്നവരാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ചില പ്രത്യേക ഇനം ഈലുകൾ കൂട്ടം ചേർന്ന് ചെറുമീനുകളെ ഒരുമിച്ച് വളയുകയും എല്ലാവരും ഒരുമിച്ച് ഷോക്കടിപ്പിച്ച് അവയെ തളർത്തി വേട്ടയാടുകയും ചെയ്യാറുണ്ട്. വെള്ളത്തിൽ മാത്രം നിൽക്കാതെ ഭീഷണി ഉയർത്തുന്ന ശത്രുക്കളുടെ ശരീരത്തിലേക്ക് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വന്ന് നേരിട്ട് തൊട്ട് ഷോക്കടിപ്പിക്കാനുള്ള പ്രത്യേക കഴിവ് ഇവയ്ക്കുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ വോൾട്ടേജിന്റെ തീവ്രത ശരീരത്തിലേക്ക് കൂടുതൽ ശക്തമായി എത്തും. ഇലക്ട്രിക് ഈലിന്റെ ശരീരത്തിൽ വൈദ്യുതി ഉണ്ടാക്കാൻ 3 വ്യത്യസ്ത അവയവങ്ങളുണ്ട്: മെയിൻ ഓർഗൻ, ഹണ്ടേഴ്സ് ഓർഗൻ ആൻഡ് സാക്ക് ഓർഗൻ. മെയിൻ ഓർഗനും ഹണ്ടേഴ്സ് ഓർഗനുമാണ് ഇരയെ തളർത്താനും ശത്രുക്കളെ ഓടിക്കാനും സഹായിക്കുന്ന ശക്തമായ വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കുന്നത്. സാക്ക് ഓർഗൻ ചെറിയ തോതിലുള്ള വോൾട്ടേജ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. കാഴ്ചശക്തി കുറവായതിനാൽ വഴി കണ്ടെത്താനും ഇരകളെ തിരിച്ചറിയാനും മറ്റു ഈലുകളുമായി ആശയവിനിമയം നടത്താനുമാണ് ഇവ സഹായിക്കുന്നത്.